അപ്പൊ സംഘികൾ ഭീകരന്മാരാവുക എന്നുള്ളത് ആരുടെയാണ് ആവശ്യം? അത് ഇവരുടെ ആവശ്യമാണ്. ഞാനെപ്പോഴും പറയാം, ഇവരാണ് ആ ഓറ ഉണ്ടാക്കി വെക്കുന്നത്. അതിന് കമ്മ്യൂണിസ്റ്റുകാർ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇരവാദത്തിന്, ഭയങ്കരമായിട്ട് ഈ ഭീകരവാദത്തിനെയും രണ്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നത് ഇടതുപക്ഷം. ഇപ്പൊ സവർക്കറിന്റെ കേസ് തന്നെ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. സവർക്കറിനെ ഈ ഒരു രീതിയിൽ ഡീമണൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം മാപ്പെഴുതി കൊടുത്തോ ക്ലെമന്റ് പെറ്റീഷൻ കൊടുത്തോ എന്നുള്ളതൊന്നും ഒരു തെറ്റാവുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് 2 കാലഘട്ടം ഉണ്ട് എന്നും എല്ലാവർക്കും അറിയാം. അതായത് വളരെ വിപ്ലവകാരിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന, ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത, തീവ്രമായിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സമരം ചെയ്ത ഒരു സവർക്കറുണ്ട്. കാലാപ്പനയിൽ പോയതിന് ശേഷം വരുന്ന ഒരു ഹിന്ദുത്വവാദിയായിട്ടുള്ള സവർക്കറുണ്ട്. നമുക്ക് ആശയപരമായിട്ട് വിമർശിക്കാമല്ലോ. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും രസകരം എന്താണെന്ന് പറയാം, ഞാൻ നിങ്ങളുടെയൊക്കെ പോസ്റ്റ് കണ്ട് സവർക്കറിന്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു തീസിസ് എടുത്ത് ഞാൻ എഴുതുവരും. സവർക്കറിൻ്റെ ആശയത്തിൽ നിന്ന് RSS വളരെ ചെറിയ ചില കാര്യങ്ങൾ, അല്ല അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഹിന്ദുത്വ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളൂ എന്ന് പറയാം. അവർ കൂടുതലും ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത് ഗോൾവാൾക്കറിൻ്റെ സാംസ്കാരിക കൾച്ചറൽ നാഷണലിസമാണ്. അതിനകത്ത് ഈ രാജ്യത്ത് ജനിച്ച എല്ലാവരെയും അവർ ഹിന്ദുക്കളായിട്ടാണ് കാണുന്നത്. സവർക്കർ വെച്ചതിനകത്ത് കുറച്ചും കൂടെ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടായിരുന്നു. മാതൃഭൂമി പ്രതിഭൂമി എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വെച്ചതിനകത്ത് ഹിന്ദു, ജൈൻ, ബുദ്ധ മതങ്ങൾ മാത്രം ഉൾപ്പെട്ടിരുന്നു. അതിലൊരു കാര്യം കൂടി ഉണ്ട്, എക്സ്ക്ലൂസിവിറ്റി എന്ന് മാത്രം പറഞ്ഞാൽ റാഡിക്കലായിരുന്നു. അതായത് നമ്മളുടെ ഈ വൈറ്റ്സ് നോൺ ബ്ലാക്സ് ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, റേസിസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഇവിടെ കാണണമെന്ന് പറഞ്ഞ ആളാണ് ഒരു ഘട്ടത്തിൽ. അതോടൊന്നും നമുക്ക് ഒരിക്കലും യോജിക്കാം. അതിനോട് നമുക്ക് എതിർക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ടാർണിഷ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതായത് ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരാളാണ്. ഇറ്റ്സ് നോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, സവർക്കർ മോശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് നമ്മള് സവർക്കറിനെ വായിക്കണുണ്ടോ? അതെ അതെ അതെ. നമ്മൾ 1922 ഇരുന്നിട്ട് ആണ് ഇത് പറയണമെന്നുണ്ടെങ്കിൽ സവർക്കർ ശരിയാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി അതേ ഇപ്പോ സവർക്കർ ഇന്ന് മോശമാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗാന്ധിയെ നോക്കിയാൽ, ഗാന്ധി നമ്പർ 1 ജാതിപറിയനാണ്. അംബേദ്കർ ഒരു ബ്രിട്ടീഷ് ഏജന്റാണ്. ചന്ദ്രബോസ്, നമ്മളുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു നാസിയാണ്. ഓക്കെ, അതേപോലെ പല ആളുകളെയും നമുക്ക് എടുക്കാം. പക്ഷെ നമ്മൾ അവരെ നമ്മൾ ഈ രീതിയിൽ റദ്ദാക്കാറില്ല. അപ്പൊ നമ്മൾ എന്താ പറയാറില്ലല്ലോ. അന്നത്തെ കാലമാണ്, ആ കാലഘട്ടത്തില് സാഹചര്യമാണ്. അല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത ആളുകൾ, അവരെ ഫണ്ട് വാങ്ങിച്ച്. കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും, അതായത് ലെനിൻ എന്ത് പറയുന്നു അതാണ് ഇവർക്ക് നിയമം. സ്റ്റാലിൻ, അതെ, സ്റ്റാലിനും ബ്രിട്ടീഷുകാരും ഒരുമിച്ചതോടുകൂടി ഇവർക്ക് ബ്രിട്ടീഷുകാരോടുള്ള വൈരാഗ്യം പോയി. അതായത് സ്വാതന്ത്ര്യം കിട്ടിയത് സമ്മതിക്കാത്ത ആൾക്കാർ ഉയർത്തിയില്ല. അങ്ങനത്തെ ആളുകളാണ് ഇപ്പൊ ഇതൊക്കെ പറയണെന്നുള്ളതാണ്. അപ്പൊ